ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7 കറക്റ്റ് സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ജിസേൽ ഔട്ടായി. കുറച്ച് ദിവസങ്ങളായിട്ട് ഗെയിമിലും ടാസ്കിലുമൊക്കെ ജിസേൽ ഡൗൺ ആണ്. കൂടുതൽ താഴത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ആളുകളുടെ മനസ്സിൽ അത്യാവശ്യം ഇടം നേടിയിട്ട് തന്നെയാണ് ജിസേൽ ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ആര്യൻ ജിസേൽ കോംബോ ഇല്ല, അനുമോൾക്ക് വഴക്കിടാനും അനീഷിനെ ഡാൻസ് പഠിപ്പിക്കാനും അക്ബറിന് ആലു പൊറോട്ട കൊടുക്കാനും ആര്യനെ കൊണ്ട് തുണി തിരിപ്പിക്കാനും ഇനി ജിസേൽ ബിഗ് ബോസ് ഹൗസിലില്ല. ഏതായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ആ വീട്ടിൽ തൻ്റെതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ജിസേൽ പുറത്തേക്ക് പോയത്. ഒരുപാട് വെറുപ്പിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന വലിയ കാര്യം. കൂടാതെ ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയവരുടെ പോലെ ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടക്കേണ്ട ഗതികേട് ഏതായാലും ജിസേലിന് വരില്ല. എന്ന് മാത്രമല്ല, ഒരുപാട് പേർക്ക് ജിസേലിന് ഇഷ്ടമാണ്. എപ്പിസോഡിലേക്ക് വന്നാൽ സേവ് ആകാതെ ബാക്കി ഉണ്ടായിരുന്ന നോമിനേറ്റഡ് ആയിട്ടുള്ളവരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിപ്പിച്ചു. അവിടെ വെച്ച് ഓരോരുത്തരായി സേവായി. പച്ച ലൈറ്റ് ദേഹത്ത് വീണവരാണ് സേവായത്. ലാസ്റ്റ് ആദിലയും ജിസേലും വന്നു. ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണെന്ന് ബിഗ് ബോസ് ചോദിച്ചു. ജിസേൽ ആര്യൻ്റെ പേര് പറഞ്ഞു. ആദിൽ പറഞ്ഞത് അനുമോളുടെ പേരാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു നൂറയുടെ പേര് പറഞ്ഞില്ല. ഇവർ തിരഞ്ഞെടുത്ത ഈ സുഹൃത്തുക്കൾക്ക് ആക്ടിവിറ്റി ഏരിയയിൽ വന്ന് ഇവരോട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. അനുമോളും ആര്യനും പോയതിന് ശേഷം ബ്ലൈൻഡ് ഫോൾഡ് ധരിച്ചു നിന്ന ഇവരെ ബിഗ് ബോസിന്റെ ആളുകൾ വന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ആദില പ്രധാന വാതിലിലൂടെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തേക്ക് വന്നു. ജിസേൽ പുറത്തേക്ക് ലാലേട്ടൻ്റെ അടുത്തേക്കും പോയി. അങ്ങനെ ഈ ആഴ്ചത്തെ രണ്ടാമത്തെ എവിക്ഷന്റെ ഭാഗമായിട്ട് അകത്തുള്ളവരെയും പുറത്തുള്ളവരെയൊക്കെ കണ്ണുകൾ നിറച്ചുകൊണ്ട് ജിസേൽ ഹൗസിൽ നിന്ന് പടിയിറങ്ങി. എനിവേ, ഈ വീക്കെൻഡിലെ എവിക്ഷനുകളും വരുന്ന ആഴ്ചയിലെ എൻഡൂറൻസ് ടാസ്കുകളും ഹൗസിലുള്ളവരുടെ ഗെയിമിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക്